ശാരദാമ്മയുടെ കടയിൽ നിന്നും അനൂപ് വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണപ്പൊതി മുറ്റത്തേക്ക് എടുത്തെറിയുകയാണ് രാജേശ്വരി. അത് കണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഇപ്പോഴല്ലേ രാജേശ്വരി ആയത്? കലിതുള്ളിക്കൊണ്ട് രാജേശ്വരി പറയുകയാണ്, ദാ കിടക്കുന്നു നിന്റെ ശാരദാമ്മയുടെ മുട്ട റോസ്റ്റും ചൂട് പാലപ്പവും, പോയി ചെന്നെടുക്ക് നാണം കെട്ടവന്മാർ. അനൂപ് പറയുകയാണ്, അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ. അന്നേരം രാജേശ്വരി പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ട് തന്നെയാടാ. അതിനു പിന്നിൽ പക്ഷേ രാജേശ്വരിക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിനുശേഷം അനൂപിന്റെ കോളർ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നിർത്തിയിട്ട് രാജേശ്വരി ഇവിടെ വാടാ എന്ന് പറയുകയാണ്, ഇപ്പോൾ പറയണം നീ അവളുടെ കടയിൽ ചെന്നപ്പോഴുണ്ടായ ഓരോ സംഭവങ്ങളും വള്ളിപുള്ളി വിടാതെ. പറയടാ പറയാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രാജേശ്വരി. അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ് അനൂപ്. എല്ലാം കേട്ട ശേഷം മുന്നോട്ട് നടന്നിട്ട് ഗോപാലകൃഷ്ണനോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. പേടിച്ച് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. ഇവിടെ വരാനാ പറഞ്ഞതെന്നും പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് രാജേശ്വരി. മടിച്ചു നിൽക്കുന്ന ഗോപാലകൃഷ്ണനോട് ബാലചന്ദ്രനും പറയുകയാണ്, ചെല്ലളിയ. മുന്നോട്ട് വന്ന ഗോപാലകൃഷ്ണന്റെ പോക്കറ്റിൽ നിന്നും 500-ന്റെ നോട്ട് രാജേശ്വരി തട്ടിപ്പറിച്ചെടുക്കുകയാണ്. ആ പൈസ അനൂപിന് നേരെ നീട്ടിയിട്ട് രാജേശ്വരി പറയുകയാണ്, കൊണ്ടുപോയി ബിരിയാണി വാങ്ങി കഴിക്കുക. അല്ലമ്മയെന്ന് അനൂപ് പറയുമ്പോൾ ക്യാഷ് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പോകാനല്ലേ പറഞ്ഞതെന്ന് പറയുകയാണ് രാജേശ്വരി. പൈസയും വാങ്ങി ബൈക്ക് എടുത്ത് പോവുകയാണ് അനൂപ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയാണ്. ശാരദാമ്മ അന്നേരം ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് അനൂപ് കടയിൽ വന്ന് പാഴ്സൽ വാങ്ങിയ കാര്യങ്ങളും ആലോചിക്കുകയാണ്. ആലോചിച്ചു നിൽക്കുന്ന ശാരദാമ്മയുടെ അടുത്തേക്ക് ശാരിക വന്ന ശേഷം ചോദിക്കുകയാണ്, അമ്മയ്ക്ക് തീർച്ചയാണോ അവർ എന്തോ ആലോചിച്ചിട്ട് തന്നെയാണ് അനൂപിനെ ഭക്ഷണം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതെന്ന്? തീർച്ചയാണ്, 4 പേർക്കുള്ള പാഴ്സൽ. അത് അവർക്കുള്ളത് തന്നെയാണ്. രാജേശ്വരിയും അനൂപും ബാലചന്ദ്രനും പിന്നെ നിന്റെ അച്ഛനും. ശാരിക പറയുകയാണ്, പക്ഷെ ഇതെന്താ ഇത്ര പെട്ടെന്ന്? അവര് ഇതിനു മുൻപ് ഇവിടെന്ന് ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. അനൂപിനോട് ഇവിടെ വരരുത് എന്ന് പോലും അവര് വിലക്കിയിരുന്നതല്ലേ? അതാണ് മോളെ എനിക്കും മനസ്സിലാകാത്തത്. ശാരിക പറയുകയാണ്, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെട്ടു പോയ കാര്യം അവര് അറിഞ്ഞു കാണുമോ? അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കുകയാണ് ശാരദാമ്മ. 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്നും പോയിട്ട് അവസ്ഥ എന്താണെന്നറിയാൻ അനൂപിനെ പറഞ്ഞു വിട്ടതാണെങ്കിലോ അവര് എന്ന് പറയുകയാണ് ശാരിക. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അത് കേട്ട് പേടിച്ച് ശാരദാമ്മ പറയുകയാണ്, നീ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിക്ക് സന്തോഷം അഭിനയിച്ചാണ് ഞാൻ അവന്റെ മുൻപിൽ പെരുമാറിയത്. പക്ഷേ എന്ന് പറയുമ്പോൾ ശാരിക പറയുകയാണ്, അവർക്ക് സംശയത്തിനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടായോ അമ്മേ? എനിക്കറിയില്ല മോളെ, എനിക്കൊന്നും അറിയില്ല. എല്ലാം ഇനി ഭഗവതിയുടെ കയ്യിലാണ്. ദേവി എന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കി തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. വീണ്ടും കാണിക്കുന്നത് രാജേശ്വരിയെയും ഗോപാലകൃഷ്ണനെയും ബാലചന്ദ്രനെയുമാണ്. രാജേശ്വരിയോട് ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി എനിക്കും കൂടി ഉള്ളത് കിട്ടിയിരുന്നെങ്കിൽ ഞാനും കൂടി അങ്ങ് പോകാമായിരുന്നു. എന്ത് എന്ന് ചോദിക്കുമ്പോൾ 500 എനിക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാനും കൂടി പോയി ബിരിയാണി കഴിച്ചേന എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ്, വൃത്തികെട്ടവനെ. പേടിച്ച് ബാലചന്ദ്രൻ പറയുകയാണ്, എനിക്ക് ബിരിയാണി വേണ്ട, വയറു നിറഞ്ഞു. കലിതുള്ളിക്കൊണ്ട് രാജേശ്വരി പറയുകയാണ്, നീയൊക്കെ എന്ത് വിചാരിച്ചാണ് ഈ തമാശ കാണിക്കുന്നത്? രാജേശ്വരിക്ക് വയ്യാഞ്ഞിട്ട് ശാരദയുടെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ പറഞ്ഞെന്നോ? അതെ, ഞാൻ ചത്തുകിടന്നാൽ വായ്ക്കരിയിടാൻ 1 മണി അരി പോലും വാങ്ങരുത് ശാരദയുടെയോ അവളുടെ മക്കളുടെയോ അടുത്തു നിന്നും. പേടിച്ച് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, പിന്നെ എന്തിനായിരുന്നു രാജേശ്വരി ഇതെല്ലാം? എനിക്കറിയണമായിരുന്നു അവള് ആ ശാരദ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന്. 10 ലക്ഷം രൂപ അത് കയ്യിൽ നിന്ന് പോയിട്ടും അവളിപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ആ പണം ആറ്റിൽ കളഞ്ഞതിന്റെ ഒരു പരിഭ്രമവും പശ്ചാത്താപവും അവൾക്ക് ലവലേശം ഇല്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ശാരദയുടെ ഹോട്ടലിലേക്ക് തന്നെ പറഞ്ഞു വിട്ടത്. അല്ലാതെ അവൾ ഉണ്ടാക്കിയത് വാങ്ങിച്ച് തിന്നാനല്ല. ഇത്രയും തന്റെ ഇടമുള്ള അവള് കടയും വീടും ഒഴിഞ്ഞു പോകില്ല എന്ന് ഉറപ്പാണ്. അവൾക്കെവിടെന്നാണ് ഇത്രയും ധൈര്യമെന്ന് എനിക്കറിയണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അവളെ വിളിക്കവളെ എന്ന് പറയുകയാണ് രാജേശ്വരി. ആരെയാ രാജേശ്വരി എന്ന് ചോദിക്കുമ്പോൾ ശാരദയെ വിളിക്കാനാണ് പറഞ്ഞത്. അത് വേണോന്ന് ചോദിക്കുമ്പോൾ വിളിക്കാനെന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് രാജേശ്വരി. അതിനുശേഷം ശാരദാമ്മയെ വിളിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. കിട്ടിയില്ലേ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ഇല്ല, ബെല്ലടിക്കുന്നുണ്ട്, എങ്കിൽ സ്പീക്കർ ഇട്. ദേഷ്യപ്പെട്ട് രാജേശ്വരി ചോദിക്കുകയാണ്, അവളെന്താ ഫോൺ എടുക്കാത്തത്? ഫോൺ ബെല്ലടിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ രാജേശ്വരി. അന്നേരം ശാരദാമ്മയുടെ ഫോൺ ശ്യാമ അകത്തു നിന്നും പുറത്തേക്ക് ശാരദാമ്മയ്ക്ക് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അമ്മയെ ഫോൺ എന്നും പറഞ്ഞ് ശ്യാമ കൊടുക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ശേഷം ശാരദാമ്മ ചോദിക്കുകയാണ്, ഹലോ, ആരാണ്? ഞാനാണ് ഗോപാലകൃഷ്ണൻ. ശാരദാമ്മയുടെ പരിഭ്രമം കണ്ട് അടുത്തുനിന്ന് ശാരിക ചോദിക്കുകയാണ്, ആരാണ്? അച്ഛനാണെന്ന് പറയുകയാണ് ശാരദാമ്മ.
ദേഷ്യം ഭാവിച്ച് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, അതെ, ആ മുദ്രപത്രത്തിൽ ഒപ്പിടുന്ന കാര്യം എന്തായി? അത് ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞു വിൽക്കുമ്പോൾ എന്ത് ഞാൻ എന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. വളച്ചുകെട്ടില്ലാതെ കാര്യം പറ ശാരദേ. പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് വേണം തന്നെ പറയാൻ. ചട്ടിയും കലവും എടുത്ത് പുറത്തിടാനാണെങ്കിലും കോടതി വരാന്തയിൽ കയറ്റാനാണെങ്കിലും ഗോപാലനെ കൊണ്ടത് പറ്റും. അത് എനിക്കല്പം സമയം വേണമെന്ന് ശാരദാമ്മ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, പറ്റില്ല ശാരദേ, നടക്കില്ലത്. ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സമയമായി. ഇനിയും ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഗോപാലകൃഷ്ണന്റെ ഈ പ്രകടനമൊക്കെ കണ്ട് ചിരിച്ച് സന്തോഷിക്കുകയാണ് ബാലചന്ദ്രനും രാജേശ്വരിയും. അന്നേരം ശാരദാമ്മയുടെ അടുത്തേക്ക് വരുന്ന ശാലിനിയെ കണ്ട് പേടിച്ച് ശാരിക പറയുകയാണ്, അമ്മേ, ദേ ശാലിനി. പെട്ടെന്ന് പരിഭ്രമിച്ച് തിരിഞ്ഞു നോക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശാലിനി സ്കൂട്ടി എടുക്കുകയാണ്. വീണ്ടും ഗോപാലകൃഷ്ണൻ പറയുകയാണ്, നീ എന്താ ശാരദ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പറയ. എന്താ, നിനക്ക് മറുപടി പറയാനൊന്നുമില്ലേ എന്ന് പറയുമ്പോൾ ശാരദാമ്മയുടെ മുന്നിലേക്ക് എത്തുകയാണ് ശാലിനി. ഫോൺ ചെയ്യുന്ന ശാരദാമ്മയും അടുത്ത് പരിഭ്രമിച്ചു നിൽക്കുന്ന ശാരികയെയും നോക്കുകയാണ് ശാലിനി. ഗോപാലകൃഷ്ണൻ പറയാണ്, ദേ, ഇന്ന് എനിക്ക് ഇതിനുള്ള മറുപടി കിട്ടിയേ പറ്റൂ. നീ ഒപ്പിടുമോ ഇല്ലയോ അത് പറ നീ. അത് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാരദ. ശാലിനി ചോദിക്കുകയാണ്, എന്താ അമ്മേ, ആരായിരുന്നു ഫോണിൽ? ഫുഡ് ഓർഡർ ചെയ്യാൻ വിളിച്ചതാണ്. മിനിമം 50 മീൽസ്, അതിൽ കുറഞ്ഞ് ഒരു ഓർഡറും എടുക്കരുത് അമ്മ. തലവേദനയ്ക്കുള്ള കേസുകളൊന്നും വയ്യ എന്ന് പറയുകയാണ് ശാലിനി. ഒന്നും പറയാതെ നിൽക്കുന്ന ശാരദമ്മയോട് എന്താന്ന് ചോദിക്കുമ്പോൾ ശാരദമ്മ പറയുകയാണ്, ഒന്നുമില്ല. അന്നേരം സ്കൂട്ടി എടുത്ത് പോകാൻ തുടങ്ങുകയാണ് ശാലിനി. വീണ്ടും ശാരദാമ്മയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. അയ്യോ എന്ന് പറഞ്ഞ് ശാരദാമ്മയും ശാരികയും മുഖത്തോട് മുഖം നോക്കുമ്പോൾ പെട്ടെന്ന് ശാലിനി പറയുകയാണ്, ഇങ്ങി തന്നെ, ഞാൻ സംസാരിക്കാം. ഉഡായിപ്പ് ഓർഡർ വല്ലതും ആണെങ്കിൽ അമ്മ നേരെ കൈ കൊടുക്കും, ഇങ്ങി തന്നെ. ഫോൺ കൊടുക്കാതെ മടിച്ചു നിൽക്കുന്ന ശാരദാമ്മയോട് ഇങ്ങ് തരാൻ, ഇങ്ങുതാ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങിക്കുകയാണ് ശാലിനി. കോൾ എടുത്ത് ചെവിയിൽ വെച്ച ശേഷം ഛേ എന്നും പറഞ്ഞ് ഇവന് വേറെ പണിയൊന്നുമില്ലേ എന്നും പറയുകയാണ് ശാലിനി. ആരാ മോളെ എന്ന് പേടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ശാരദാമ്മ. ഫോൺ കമ്പനിക്കാരുടെ ക്യാൻവാസിംഗ് എക്സ്പോർട്ട് ചെയ്യുന്നോന്ന്. അതിനുശേഷം ഫോൺ ശാരദാമ്മയ്ക്ക് തിരികെ കൊടുക്കുകയാണ് ശാലിനി. പരിഭ്രമിച്ചു നിൽക്കുന്നവരോട് വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, എന്താ അമ്മേ, എന്ത് പറ്റി നിങ്ങൾക്ക് രണ്ടാൾക്കും? സന്തോഷം വന്നാലും സങ്കടം വന്നാലും രണ്ടാൾക്കും ദേ ഒരേ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് മുഖം ചുളിച്ചു കാണിക്കുകയാണ് ശാലിനി. ശാരദാമ്മ ചോദിക്കുകയാണ്, മോൾ എങ്ങോട്ടാ രാവിലെ? ഞാൻ അർജുനേട്ടനെ കാണാൻ വേണ്ടി ഒന്ന് പോവുകയാണ്. അർജുനെയോ? എന്തിനാ ഇപ്പോൾ? അമ്മ പേടിക്കുന്ന കാര്യത്തിനൊന്നുമല്ല. അർജുനേട്ടന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. നേരിട്ട് കണ്ടിട്ട് ഒന്ന് വിഷ് ചെയ്യണം. അന്നേരം അകത്തു നിന്ന് ശാന്ത ശാരദാമ്മയെന്ന് നീട്ടി വിളിക്കുകയാണ്. ശാരദാമ്മ പറയുകയാണ്, ദേ വരുന്നു പാടി എന്നും പറഞ്ഞ് ശാരികയും കുട്ടി അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. ശാരദാമ്മ പോകുന്നത് കണ്ട് ശാലിനി പറയുകയാണ്, പാവം, ഞാൻ അർജുനേട്ടനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്കാകെ പേടിയായി. ഗോപാലകൃഷ്ണനെതിരെ കേസ് കൊടുക്കാനാണ് ഞാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ എന്താകും അവസ്ഥ? ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടി എടുത്ത് പോവുകയാണ് ശാലിനി. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വീണ്ടും കലിതുള്ളുകയാണ് രാജേശ്വരി. രാജേശ്വരി പറയുകയാണ്, ഛേ, വൃത്തികെട്ട പെണ്ണുമ്പുള്ള, എന്ത് ധൈര്യത്തിലാണ് അവൾ ഫോൺ കട്ട് ചെയ്തത്? 10 ലക്ഷം രൂപ വാങ്ങിച്ച് മടിക്കുത്തിൽ വച്ചിട്ട് അത് കളഞ്ഞു പോയിട്ടും എന്തെങ്കിലും കൂസലുണ്ടോന്ന് നോക്ക്. ദേ, ഞാനിപ്പോൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുകയാണ്. രാജേശ്വരിയുടെ കോടതിയിൽ ശാരദയ്ക്കുള്ള അവസാനാവധിയും കഴിഞ്ഞു. ഇനി ആ കേസ് നേരിട്ട് വിചാരണയ്ക്ക് എടുക്കാൻ പോവുകയാണ് രാജേശ്വരി. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി, എന്നാലും ആ കേസ്. ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയാണ്, ആരും വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഭർത്താവോ അനിയനോ ആരും ഒരു വകയ്ക്കും കൊള്ളില്ല ഒന്നിനെ കൊണ്ടും. ഗോപാലകൃഷ്ണൻ പറയാണ്, അതൊക്കെ നമുക്ക് സമാധാനമായിട്ട് ആലോചിക്കാം രാജേശ്വരി. തൽക്കാലം ഇപ്പോൾ നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് എന്ന് പറയുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, എന്താ ഇപ്പോ നടക്കാനുള്ളത്? നമുക്ക് എന്തെങ്കിലും കഴിക്കാം രാജേശ്വരി, വിശന്നിട്ട് വയ്യ ഞങ്ങൾക്ക്. ആ അതേന്ന് തലകുലുക്കുകയാണ് ബാലചന്ദ്രനും. സോഫയിൽ നിന്നും എഴുന്നേറ്റ ശേഷം രാജേശ്വരി ചോദിക്കുകയാണ്, ശരി, എന്നാൽ പിന്നെ ചിക്കൻ ഫ്രൈ ആണോ, ചിക്കൻ ബിരിയാണിയാണോ, ഫ്രൈഡ് റൈസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? വളരെ സന്തോഷത്തോടു കൂടി ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയ ശേഷം പറയുകയാണ്, ഏതായാലും മതി, 2 കിട്ടിയാലും വേണ്ടെന്ന് പറയില്ല. സന്തോഷം, എന്നാൽ പിന്നെ കുറച്ച് സയനൈഡ് മിക്സ് ചെയ്ത് എടുത്തേക്കാം. വിശപ്പ് പെട്ടെന്നങ്ങ് മാറിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആകെ അന്തം വിട്ട് സയനൈഡോ എന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അത് കണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, വായടയ്ക്ക്, അല്ലെങ്കിൽ സയനൈഡ് എടുത്ത് വായിലിട്ട് തരും. വീണ്ടും രാജേശ്വരി പറയുകയാണ്, ശാരദയും അവളുടെ മക്കളെയും ആ വീട്ടിൽ നിന്നും അടിച്ച് പടിയിറക്കുന്നത് വരെ ഇവിടെ മൃഷ്ടാനം ഉണ്ട്, ചുരുണ്ടു കിടക്കാമെന്ന് കരുതേണ്ട അളിയന്മാർ 2 പേരും. പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്നും, അല്ലെങ്കിൽ 2നെയും വെള്ളത്തിൽ വിഷം കലക്കി തന്ന് കുടിപ്പിച്ചു കൊല്ലും ഞാൻ. പൊയ്ക്കോ പോകാൻ എന്ന് പറഞ്ഞ് അലറുകയാണ് രാജേശ്വരി. വാളിയാന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ഗോപാലകൃഷ്ണനെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ഭക്ഷണം കഴിക്കാനായി ഒരു പയ്യൻ ഇരിക്കുകയാണ്. മേശപ്പുറത്ത് തട്ടി പാട്ടൊക്കെ പാടുകയാണ് പയ്യൻ. അന്നേരം ആ പയ്യന് ഭക്ഷണം വിളമ്പുകയാണ് രാജി.
ഭക്ഷണം വിളമ്പിയ ശേഷം രാജി ചോദിക്കുകയാണ് ചായയോ കാപ്പിയോ. അന്നേരം ആ പയ്യൻ പറയുകയാണ് ഒരു കുപ്പി ഗ്ലാസ് കിട്ടുമോ. കുപ്പി ഗ്ലാസോ? അതെ, എനിക്ക് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചാണ് ശീലം. എന്താ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് തലയാട്ടി അകത്തേക്ക് പോവുകയാണ് രാജി. കുപ്പി ഗ്ലാസ് കൊണ്ടുവന്ന് കൊടുത്ത ശേഷം രാജി ചോദിക്കുകയാണ് വേറെ എന്തെങ്കിലും. വേണ്ട, പൊയ്ക്കോ എന്ന് പറയുകയാണ് ആ പയ്യൻ. രാജി പോയ ശേഷം ആ പയ്യൻ തന്റെ ഇടുപ്പിൽ നിന്നും മദ്യക്കുപ്പി പുറത്തേക്ക് എടുക്കുകയാണ്. അകത്ത് പോയ രാജി ശാന്തയോട് പറയുകയാണ് ശാരദാമ്മയെ കണ്ടില്ലല്ലോ, വീട്ടിലുണ്ട്. ആൾക്കാർ വന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. നീ ആ ഇഡലി എടുത്തു വെച്ചോ എന്ന് ശാന്ത ചോദിക്കുമ്പോൾ രാജി പറയുകയാണ് അയ്യോ ഞാനത് മറന്നു, നീ വന്നേ. അന്നേരം ശാന്ത ആ പയ്യൻ മദ്യമൊഴിക്കുന്നത് കാണുകയാണ്. ശാന്ത പറയുകയാണ് ദേ രാജി, നീ അത് കണ്ടോ. ആ പയ്യന്റെ അടുത്തേക്ക് ചെന്ന ശേഷം രാജി പറയുകയാണ് ദേ മോനെ, ഇവിടെ ഇതൊന്നും നടക്കില്ല, നീ എണീറ്റേ പുറത്തേക്ക് പോയേ. എന്തു പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ ശാന്ത പറയുകയാണ് ഇവിടെ ഇരുന്ന് കുടിക്കാൻ പറ്റില്ല എന്ന്. കുടിക്കാനും കഴിക്കാനുമുള്ള സ്ഥലമല്ലേ ഹോട്ടൽ. ദേഷ്യപ്പെട്ട് രാജി പറയുകയാണ് അത് നീ സ്വന്തമായിട്ട് ഹോട്ടൽ തുടങ്ങുമ്പോൾ മതി, ഇവിടെ പറ്റില്ല, എണീക്ക് വെളിയിൽ പോ എന്ന് പറയുമ്പോൾ ആ പയ്യൻ പറയുകയാണ് ഓഹോ, എന്നാൽ അതൊന്ന് അറിയണമല്ലോ. അതിനുശേഷം അത് കുടിക്കുകയാണ് ആ പയ്യൻ. അതെ, ഞാൻ ഇവിടെ ഇരുന്ന് കുടിക്കും, കിടക്കും, വേണ്ടി വന്നാൽ ഡാൻസും കളിക്കും. അതിന് എത്ര ക്യാഷ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നീ പോയി ഒരു പരിപ്പ് വട എടുത്തിട്ട് വാ. ടച്ചിങ്സ് ഇല്ലാതെ ഒരു സുഖമില്ല. ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം പകരുകയാണ് ആ പയ്യൻ. അന്നേരം അവിടേക്ക് വരുന്ന ശാരദാമ്മ ഇത് കാണുകയാണ്. ഞാൻ ആരാണെന്ന് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല, എന്റെ സ്വന്തം കൊച്ചച്ഛനാണ് ഇവിടത്തെ SI. മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ആ പയ്യൻ. അധികം വിളച്ചിലെടുത്താലേ 4-5 പെണ്ണുങ്ങൾ കൂടി ചേർന്ന് ഇവിടെ നടത്തുന്നത് ആ കച്ചവടം എന്താണെന്ന് കൊച്ചച്ഛനെ വിട്ട് അന്വേഷിപ്പിക്കും ഞാൻ. കൊച്ചച്ഛനെന്ന് മനസ്സ് വെച്ചാൽ തലമൊട്ടയടിച്ച് നീയൊക്കെ സബ് ജയിലിൽ പോയി കിടക്കും. മനസ്സിലായോടി എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ആ പയ്യൻ. അതിനുശേഷം വീണ്ടും കുടിക്കുകയാണ്. നീയൊക്കെ വെറും പെണ്ണാണ്, അതോർത്ത് നിലയ്ക്ക് നിന്നാൽ മതി. പോയി വട എടുത്തുകൊണ്ട് വാടി എന്നും പറഞ്ഞ് മേശപ്പുറത്ത് ശക്തിയായി ഇടിക്കുകയാണ്. പെട്ടെന്ന് പരിഭ്രമിച്ച് രാജിയും ശാന്തയും തിരിയുമ്പോൾ ശാരദാമ്മയാണ് കാണുന്നത്. ദേഷ്യപ്പെട്ടു വന്ന ശാരദാമ്മയുടെ കയ്യിലിരുന്ന ചട്ടുകവും തവിയും ഒക്കെ മേശപ്പുറത്ത് വെച്ച ശേഷം ആ കുപ്പിയിലിരുന്ന മദ്യം മുഴുവൻ എടുത്ത് ആ പയ്യന്റെ തലയിലേക്ക് ഒഴിക്കുകയാണ്. എന്താടി കാണിച്ചതെന്നും പറഞ്ഞ് ആ പയ്യൻ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ആ പയ്യനെ ആഞ്ഞടിക്കുകയാണ് ശാരദാമ്മ പറയുകയാണ് കാണിച്ചില്ലടാ, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ ഞാൻ. അതിനുശേഷം വിളക്കിന്റെ മുൻപിൽ നിന്നും തീപ്പെട്ടി എടുത്തുകൊണ്ട് വരികയാണ് ശാരദാമ്മ. എന്നിട്ടത് കത്തിച്ച് ആ പയ്യന്റെ മുഖത്തേക്ക് കാണിക്കുമ്പോൾ പരിഭ്രമിച്ച് പുറകോട്ട് മാറി ആ പയ്യൻ ചോദിക്കുകയാണ് എന്താ നിങ്ങൾ എന്തായി കാണിക്കുന്നത്. ഇത് പൊള്ളും. അതെ പൊള്ളും. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദ്രാവകമല്ലേ, അതിൽ തന്നെ കത്തിത്തീരാം നിനക്ക്. വേണ്ട എന്ന് പേടിച്ച് പറയുമ്പോൾ ആ തീപ്പെട്ടിക്കൊള്ളി അണച്ച ശേഷം ശാരദാമ്മ പറയണം ആഹാ, നേരത്തെ വീര്യമൊന്നും കാണാനില്ലല്ലോ. കൊച്ചച്ഛൻ പോലീസുമായുള്ള ബന്ധുത്വവും ആണായതിന്റെ വീര്യമൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ. അതെന്നും പറഞ്ഞ് ആ പയ്യൻ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ് ആണിനെന്താടാ കൊമ്പുണ്ടോ. പെണ്ണായി പിറന്നാൽ നീയൊക്കെ കാണിക്കുന്ന എന്ത് തെമ്മാടിത്തരവും കണ്ടും കേട്ട് സഹിച്ച് ജീവിക്കണമെന്നാണോ. നീ ഇറങ്ങിപ്പോന്ന വീട്ടിലും ഉണ്ടല്ലോ കുറഞ്ഞ പക്ഷം നിന്നെ പെറ്റ അമ്മയെങ്കിലും. ഇവരൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നീയൊക്കെ ഇത്രയും വളർന്ന് പന്തലിച്ചത്. ഏതായാലും അതൊക്കെ നിന്റെ വീട്ടിൽ മതി, ഇവിടെ വേണ്ട. ഇറങ്ങു വെളിയിൽ എന്ന് പറഞ്ഞ ശേഷം ഇറങ്ങടാ എന്ന് പറഞ്ഞ് കോളറിൽ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് ആ പയ്യനെ ശാരദാമ്മ പറയുകയാണ് നിനക്കെന്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ, അതുകൊണ്ട് വെറുതെ വിടുന്നു. പോടാ അവിടെന്ന് പോകാൻ എന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരം അവിടേക്ക് വന്ന ശങ്കരേട്ടനും കൂട്ടരും ചോദിക്കുകയാണ് എന്താ ശാരദാമ്മേ, ഇവൻ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ. പ്രശ്നമേ ഉള്ളൂ, ഇവനെ ഈ കുടുംബശ്രീ ഹോട്ടൽ കള്ളു ഷാപ്പാക്കണമെന്ന്. ചെറുപ്പത്തിന്റെ തിളപ്പാണ്. ശാരദാമ്മ കേസ് വിട്ടോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് നീ കന്നന്തിരി കാണിക്കും അല്ലേടാന്നും പറഞ്ഞ് ഒരാൾ ആ പയ്യനെ പിടിക്കുകയാണ്. എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറയുമ്പോൾ വേറൊരാൾ പറയുകയാണ് അബദ്ധം പറ്റിയതല്ല, നിനക്ക് സ്ഥലം മാറിപ്പോയി മോനെ. അവന് വെള്ളമടിക്കാൻ കണ്ട സ്ഥലം എന്ന് പറഞ്ഞ് ആ പയ്യനെയും കൂട്ടി ഗേറ്റിന് പുറത്തേക്ക് പോവുകയാണ് അവർ. അകത്ത് കയറിയ ശാരദാമ്മ രാജിയോടും ശാന്തയോടും പറയുകയാണ് അവനിരുന്ന സ്ഥലത്ത് നിന്നും ആ കുപ്പി എടുത്തു മാറ്റിയ ശേഷം കുറച്ച് വെള്ളം തളിക്ക്. നാറ്റം പോട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.